ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി, കുറച്ച് നാൾ ഗ്യാപ്പ് വന്നു വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇന്ന് ഒരടിപൊളി വീഡിയോ ആണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എത്തിയെന്നറിയാമല്ലോ, ഇനി 2 ദിവസം കൊണ്ടുള്ള ആറ്റു പൊങ്കാലയ്ക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ഉത്സവം പോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ആറ്റു പൊങ്കാല. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും പോയി കാണാം. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. നാളെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റന്നാളാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ ഇന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞ് ഇനിയിപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഫുഡൊക്കെ റെഡിയായി. നവമിയുണ്ട്, ആലയം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രാവന്തിക പുലർച്ചെ വന്നിട്ടുണ്ടായിരുന്നു. വിനീതയുണ്ട്, പ്രജിത്ത് ഉണ്ട്, മനു ഉണ്ട്, ഹനു ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഭയങ്കര ഒരു ബഹളമാണ് വീട്ടിൽ. അപ്പോൾ നമുക്ക് വീട്ടിനകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ നവമിയുണ്ട്, നവമികത്തിലെ നവമി. അഹല്യുണ്ട്, പിന്നെ അഹല്യല്ല, എന്താ കീർത്തന, സോറി ഇവളുടെ പേര് മറന്നു, ഇവളെ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റും. വിനീതയുണ്ട്, ചെമ്പകം, നമ്മുടെ എല്ലാവരെയും കാട്ടു ചെമ്പകം. പ്രജിത്ത് ഉണ്ട്, ദെൻ മനു ഉണ്ട്. മനു കുറേ നാൾ കുറേ നാൾ കൂടിയിട്ടാണ് വീട്ടിൽ വരുന്നത് അല്ലേ? ഹൗസ് വാമിങ്ങിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടോ? എന്തിനൊന്നു? വിഷുവിന് വന്നിട്ടുണ്ട്, സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരോ പുറത്ത് വന്നിട്ടുണ്ട്, അത് ആരാണെന്ന് അറിയത്തില്ല. കീർത്തന നമ്മൾ റീൽസ് അല്ലേ, ഞങ്ങൾ ഒരുമിച്ചുള്ള റീൽസ് ഒരുപാട് ഇതായിട്ട് റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. എടാ വാടാ ഇങ്ങോട്ട്, ബാ നീ ഇങ്ങോട്ട്. ഇവന് ഭയങ്കര നാണമാണ് വീഡിയോ എടുക്കുന്നത്, ഭയങ്കര നാണിച്ച് ഭയങ്കര നാണക്കാരനാണ്. ഞാൻ ഈ മൈക്ക് ഒരാൾക്ക് കൊടുക്കുവാണ്, വളരെ ഫേവറേറ്റ് ആയിട്ടൊരാൾക്ക് ഞാൻ മൈക്ക് കൊടുക്കുവാണ്. സംസാരിക്കാൻ ഓക്കെ. ഈ ഡ്രസ്സ് കൊളാബറേഷൻ അല്ല, നവമിയുടെ ചുരിദാറാണ് കേട്ടോ ഇത്. പൊങ്കാലിനെ കുറിച്ച് പറയാനാണെങ്കിൽ വിശേഷം, ആക്ച്വലി ഇതിൻ്റെ 2ാമത്തെ പൊങ്കാലയാണ്. എക്സ്പീരിയൻസ് എന്താ, ആദ്യത്തെ വട്ടം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആദ്യത്തെ. മീൻസ് ഞാൻ ഒട്ടും അപ്പം എന്താ പറയാ, ഫസ്റ്റ് ടൈം പൊങ്കാല ഇട്ട സമയത്തെന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു ABCD പോലും അറിയില്ലായിരുന്നു കേട്ടോ, പൊങ്കാല എങ്ങനെ ഇടണം എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിനെ കൂടുതൽ പറഞ്ഞു തന്നത് സീമ ചേച്ചിയും നവമിയാണ് കേട്ടോ. നവമി ചേച്ചി കേട്ടോ, നവമി ചേച്ചിയാണ് എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞവർ നിന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം പൊങ്കാല ഇടുമ്പോൾ ഒരുമിച്ച് തന്നെ ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ കാലത്ത് ഈ പ്രാവശ്യത്തെ കോസ്റ്റ്യൂം ഒന്നും തീരുമാനിച്ചിട്ടില്ല. 13-ാം തീയതി കാണാം, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കൂടെ സ്പെഷ്യൽ ചെറിയ അവാർഡ് കിട്ടിയ വിനീത ചെമ്പകം ഉണ്ട് നമ്മുടെ കൂടെ. അതെ, ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് വലിയ രീതിക്ക് എന്തൊക്കെയോ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് വന്നാലോ? എന്താ നിങ്ങൾ ചിരിക്കുന്നത്? എന്താ അന്നിട്ട് പൊങ്കാലയ്ക്ക് ഇറങ്ങാത്ത എന്താ എന്ന് വെച്ചാ അതിങ്ങനെ കുത്തിയിട്ട് ചൂട് കുറയ്ക്കണമായിരുന്നു. കണ്ടോ, ചൂടായപ്പോ നല്ല പൊങ്ങ് പപ്പടം. ചൂട് കൂടിയോണ്ടാണ് പൊങ്കലില്ലാത്തത്. മതിയല്ലേ പപ്പടം? പോരെ, ഇവന് പപ്പടം വേണ്ടല്ലോ. ഇവൻ കഴിക്കത്തില്ല പപ്പടം, അവന് ഇഷ്ടമാണ്. അവന് ഇതെന്ന് ഗ്യാസ് എന്ന് പപ്പടം. എനിക്കറിഞ്ഞോ, ഉഴുന്ന് ഗ്യാസ് അല്ലല്ലോ. ഇതാട്ടെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകള്: പയറ് തോരൻ, അവിയൽ, മാങ്ങാച്ചാറ്, കാബേജ് തോരൻ, പിന്നെ ഞാനും, പിന്നെ സാമ്പാറും ഉണ്ടായിട്ട്. ഞങ്ങളുടെ അഹല്യ മമ്മിക്ക് ആശംസകൾ.
എന്താന്ന്? ഫ്ലാഷ് ഇല്ലേ? ഇല്ല, ഞാൻ ഡയറ്റാണ്. വിനീത് അങ്ങ് കാല് നീട്ടി അങ്ങ് കിടക്കുന്നു. കമന്റ് ചെയ്യുമായിരിക്കും ആൾക്കാർ എന്തായാലും വിനീത് അങ്ങനെ ഇരിക്കുന്നതിന് ഉറപ്പായിട്ട്. ഫുഡ് കഴിക്കുമ്പോൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും ആൾക്കാർ. വേറെ എല്ലാത്തിനും മടങ്ങുമല്ല. വിനീത് സൈലന്റ് കില്ലറാണ്. ഇവിടെ ഇത്ര ആൾക്കാരുടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇത്ര ആൾക്കാരുടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പയ്യെ എന്തു പറ്റി? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പനിയാണോ? ഓ, എല്ലാവർക്കും നിന്റേതാണോ എന്ന് തന്നെ എനിക്ക് വന്നത്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇറങ്ങി. ശ്രാവന്തിക, കീർത്തന, പ്രജിത്ത്, നവമികം നവമികം. സോ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് എവിടെ പോന്നു? ഷോപ്പിംഗ്. എവിടെ പോന്നു? പൊങ്കാലയ്ക്കല്ല, പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പൊ അതിനുള്ള വിശേഷങ്ങൾ കാണാം. ആദ്യം നമുക്ക് വിറക് വാങ്ങാനാ പോകേണ്ടത്. പൊട്ടി പണ്ട് ഈ പൂവ് ഞങ്ങളെ കിണറ്റിന്റെ കരയില് പക്ഷെ ഈ പൂ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൂ ഈ താലപ്പൊലിയില്ല അമ്പലത്തില്. അപ്പൊ താലപ്പൊലിക്ക് പിള്ളേര് കെട്ടിയിട്ട് തലയിൽ ഇങ്ങനെ വെക്കും. നല്ല രസമാ, നല്ല മണമാണത്. ശവന്നാറിയല്ല, നല്ല മണമാണ്. ശവന്നാറി എന്നൊക്കെ പറയുന്നതായിരിക്കും ആൾക്കാർ. അല്ല, ഇത് ഞാൻ കെട്ടി തല വെച്ചിട്ടുണ്ട്. നല്ല മണമാണ് പൂവ്, ഭയങ്കര നല്ല സ്മെല്ലാണ്. ശവന്നാറി പൂ വേറെയാണ്. അവിടെ ഇപ്പൊ ഒരു പിങ്ക് കണ്ടില്ല, അതാണ് ശവന്നാറി. അതെ, എല്ലാവർക്കും വേണം. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ഉണ്ടാക്കുന്ന പോലെ തെരളി, മണ്ടപ്പുറ്റ്, ഇത്തവണ അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഇത്തവണ ഞാൻ 4 ഉണ്ടാക്കുന്നുണ്ട്, 4 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിറകൊക്കെ ഒരുപാട് ആവശ്യമാണ്. പിന്നെ ഇവരൊക്കെ പൊങ്കാല ഇടുന്ന കാരണം കൊടുമ്പ് ചൂട്ടും ഉണ്ട് പൊങ്കാലയ്ക്ക്. പക്ഷെ എന്നാലും ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം എരിയേണ്ടുള്ളതല്ലേ. നിങ്ങളൊക്കെ കുറച്ചായിട്ടല്ലേ പൊങ്കാല ഇടുന്നേ? ചെറിയ കാലത്തിലിടുന്നത്. അപ്പോൾ നമ്മള് പൊങ്കാലയ്ക്കുള്ള വിറക് മേടിക്കാൻ വന്നേക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ 1 കിലോയ്ക്ക് 7 രൂപയാണ് കേട്ടോ ഇവിടെ വില വരുന്നത്. ഈ ചേച്ചിയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. വേറെ ഒക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഒരിടത്തും കിട്ടാനില്ല. രാവിലെ അല്ല, ഇന്നലെ. ആ, കുറച്ച് ചെറുത് നോക്കി എടുത്താൽ മതി. 10 കിലോ മതിയാവോ? 10 കിലോ എടുത്ത് വെക്കാം. നിനക്ക് എത്ര കിലോ വേണം? ഉണക്ക നോക്കി എടുക്കോ നീ? ചെറുത് നോക്കി എടുക്കോ? ഭയങ്കര ഇങ്ങനെ മുട്ടനല്ലാത്ത നോക്കിയാ എന്ത് പറ്റിയെന്ന്? അല്ല, ശ്രാവന്തിയുടെ വീട്ടിൽ വിറക് എത്തിക്കാൻ പറ്റുമോ? അടുപ്പുണ്ടോ? വിറക് ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് വിറക്. എന്ന് വെച്ചാ വിറകില്ലല്ലേ? ആര് ചോറ് വയ്ക്കുന്ന വിറകില്? അല്ല, വിറകടുപ്പിലാണോ ചോറ് വയ്ക്കുന്നത്? ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുറച്ച് ഉണക്കേണ്ടി വരും തോന്നല്ലേ? ഒരു തണുപ്പുണ്ട് അല്ലേ? പത്തായി. പക്ഷെ ഇത്രയും മതിയാവോ? ഇത് 10 മതിയാവോ? 5 കിലോ കൊണ്ട് മേടിക്കാം അല്ലേ? 15 ആക്കാം. ആ, കാരണം എല്ലാവർക്കും വേണ്ടേ? ഇത് നല്ലതായിട്ടാ. ഏത്? അല്ല, ഈ ഉരുണ്ട കത്തൂല.
വിറക് 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 വിറക്. സീമ ചേച്ചി ഉണ്ട്. ശിവ ചേച്ചി എല്ലാരും ഉണ്ട്, വിറകെടുക്കുക വാ. അപ്പൊ നമ്മുടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് ചേച്ചിയാട്ടോ. ദേ വിറകെടുക്കുക വാ വാ. സഹായിക്കണം. ഇങ്ങനെ ഇട്ടോ. സഹായിക്കണമെന്നല്ല, നാളെ വരുമ്പോഴേക്കും വിറക് തരത്തില്ല. വിറക് പിന്നെ മേടിച്ചോണ്ട് വരണം. ബാംഗ്ലൂരിൽ നിന്ന് പൊങ്കാല ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൊണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കുറച്ചുകൂടെ വയ്ക്കട്ടെ. അപ്പൊ നമ്മള് പൂ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പൂ എങ്ങനെയാ? ഇതോ മുഴ 80. ആ എല്ലാം 80 ആണോ? എല്ലാം 80 ആണോ? ഇതെന്ത് പൂവാ? പിച്ചിയാണോ മുല്ലയാണോ? ജമന്തി. ജമന്തി ഞങ്ങള് കണ്ടായിരുന്നു. പേടിക്കാനാ? പേടിക്കുന്നീ? നീ പേടിക്കുന്നാണോ പറഞ്ഞത്? പൈസ ചോദിക്കേ. എനിക്ക് ജമന്തി. എനിക്ക് മുല്ല വേണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ തല ഒരാൾക്ക് മതി അത്. ഇതേതാ? അല്ല, നീ ഏത് ഡ്രസ്സാ ഇടുന്ന? ഏതാ സാരി? റെഡും മെറൂൺ ബ്ലൗസും ഇതുപോലത്തെ ഒരു പിങ്ക് കളർ സാരി. ഇത് ഈ കളർ ബ്ലൗസ്. പക്ഷെ എനിക്ക് നല്ല രസമായിരിക്കും ഇത് വെച്ചാ. വേണ്ട, ഞാൻ വയ്ക്കുന്നില്ല. ഞാൻ മുല്ല വെക്കുന്നുള്ളൂ. നീ എന്നെ വെറുതെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുല്ലപ്പൂ വെക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് കടയിലെ ചേട്ടൻ തന്നെയാണ്, ഫ്രീ ആയിട്ട് തന്നെയാണ് കൊള്ളാം. മതി, എനിക്ക് അത്ര മതി. എനിക്കല്ല കേട്ടോ, നമ്മുടെ കർഷകശ്രീക്ക് കൊടുത്താണ്. നല്ല പണമുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ പൈസ എടുത്ത് പോവാണ്. അവര് ഫ്രീ ആയിട്ട് പൂട്ടി. ഇതിൽ ആരാണ് സത്യസന്ധമായി പോവാങ്ങിയത്? ചേട്ടൻ പൈസ വാങ്ങി. അല്ലേ, നല്ലതാ. അടി അകവും നല്ലതാ, ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോ എപ്പോഴും യൂസ് ചെയ്യുകയും ചെയ്യാം. അടുത്ത വർഷം അതെ. അല്ല, ഇനി എവിടെ പോകുമ്പോഴും ഇത് യൂസ് ചെയ്യാം. കലേ വേറെ കലം എടുത്ത് നോക്കട്ടെ. ഇതിന്റെ അടിയിലൊക്കെ ഇരിക്കുന്ന കലങ്ങള് കുറച്ചുകൂടെ കുടുവയുള്ള കലം കിട്ടിയ നല്ല. കുടുവെള്ളം ഇളക്കാൻ പറ്റൂലടി. ഇത് നല്ലതാ, നല്ലതാ. എനിക്കിത് ഇഷ്ടമായി. ഇത് ഇങ്ങനത്തെ പാത്രം നല്ലതാ. ഇത് എളുപ്പം ഇളക്കാനൊക്കെ ആയിട്ടൊക്കെ. അത് നല്ല ഷേപ്പ് അല്ലേ? പക്ഷെ ഇളക്കാൻ പറ്റൂല നമുക്ക് പൊങ്കാലിട്ടിട്ട്. വാവട്ടം വേണം. വാവട്ടം ഉണ്ടെങ്കിലേ പൊങ്കാലിട്ടിട്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ. ഏത് ഇഷ്ടപ്പെട്ടെന്ന്? ഇത് നമുക്ക് ഇളക്കണ്ടേ? സോറി, എടുക്കുന്നില്ല. വാ തുറന്ന പാത്രമാണ് എപ്പോഴും നല്ലതാ. ഇത് നല്ലതാട്ടാ, ഇത് നല്ലതാ. എനിക്ക് തോന്നുന്നു സാവന്തിക്ക് ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നും. നോക്ക്, അല്ലേ? ഇളക്കാനൊക്കെ നല്ലതാ, നല്ല ഷേപ്പും ഉണ്ട്. ഞാൻ ഇതെടുത്ത് മൺകലത്തിലിടാം. എനിക്ക് ചട്ടുകം വേണം കേട്ടോ. മൺകലം അല്ല, എനിക്ക് മറ്റേ ചട്ടുകം അല്ല, ഇരുമ്പിന്റെ ചട്ടുകം. വലുതില്ലേ? വരാൻ പറ. ആ, 1600 കാണിക്കോ? 800 നോക്ക്. പണം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അല്ല, ഓ എനിക്ക് വലുത് വേണം. ഇഡലി പാത്രം. ഇതാണ് ഇഡ്ലി ചെമ്പ്. അലുമിനിയം ആണ്. അലുമിനിയം ഒരു സുഖമില്ല. അലുമിനിയം വേണ്ട ഇഡലി പാത്രം. അല്ലേടി, പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റൂല. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങുന്നു. സ്റ്റീല് വാങ്ങാന്ന് ഞാൻ വിചാരിച്ചു. ഇത് പിടിക്കുമ്പോൾ ഈ കലം ഞാൻ എടുത്ത്. നല്ലല്ലേ? കലോങ് ഇഷ്ടപ്പെട്ട കേസ്. ഈ കലോങ് ഇഷ്ടപ്പെട്ട കേസ്. നല്ല വെയിറ്റ് ഉണ്ട്. 1250 പൊങ്കാലയിട. എപ്പോഴും പൊങ്കാലിടാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഞാൻ മൺകല ഇനി മേടിക്കുന്നില്ല കേസ്. എല്ലാ ആൾക്കാരും എല്ലാവരും പറയുന്നത് മൺകല ഭയങ്കര കെമിക്കലാണ്, റെഡ് ഓക്സൈഡ് ഒക്കെ ചേർത്തിട്ട് കളർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവൾ ആ കല എടുത്തു. എത്ര? 820. നോക്കട്ടെ, വേറെ ഉണ്ടോ ഇതിൻ്റെ? കാണിച്ചേ, വേറെ ഉണ്ടോ അവിടെ കളക്ഷൻ? അതന്നെ, വേറെ ഉണ്ടോ താഴെ? ഇതിപ്പോൾ 3 ഉണ്ടോ? ആ, അതുപോലത്തെ 2 വേണം അപ്പോൾ എനിക്ക്. ആ, ഓക്കെ. ഇതിൻ്റെ എനിക്ക് 1 കൂടി വേണം. എനിക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇഡ്ഡലി കൊടുക്കുമ്പോൾ വേണം. ഇഡ്ഡലി കൊടുക്കുന്നുണ്ട് ഇനി.
മറ്റേ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കൊക്കെ ഒരു ഉപകാരം ആവട്ടെ എന്ന് കരുതി വാങ്ങിക്കുന്നത്. മറ്റേ അലുമിനിയം ആകുമ്പം അത് കൊള്ളത്തില്ല, അത് കരിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ. എടി ഓക്കെ, ഈ ഇഡ്ഡലി പാത്രം എടുക്കാതെ വെച്ചു 2 എണ്ണം. നല്ലത് കിട്ടിയ ചളിങ്ങിയ എവിടെ പൊട്ടിയിരിക്കുന്ന ഇവിടെ പൊട്ടി? എവിടെ പൊട്ടിയിട്ടൊന്നും ഇല്ല. അത് അങ്ങനെയാണ്. അത് വേറെ എടുക്കടി ഇവക്ക്. അവക്ക് വേറെ എടുക്ക, ചളങ്ങാത്ത എടുക്ക. അവിടെ നോക്ക്, അവിടെ കാണുമായിരിക്കും വേറെ. ചളിങ്ങിയ കലമായി എൻ്റെ ജീവിതം വീണ്ടും. ഇതിൻ്റെ അപ്പം ഒരെണ്ണം കൂടി വേണേ. കലം എടുത്തു, ചട്ടുകം വേണം എനിക്കിത്. ഇല്ല, അത് പക്ഷെ എന്താണെന്നറിയോ, എൻ്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലം ഇളക്കാൻ പറ്റൂല. ഇതാണ് ഇങ്ങനെ തവിയിട്ട് ഇളക്കാൻ പറ്റുന്നത്. ചട്ടുകം അവിടെ, ചട്ടുകം. നമുക്ക് കാണാൻ സ്റ്റാൻഡേർഡ് അല്ലല്ലോ നോക്കുന്നത്, പൊങ്കാല ഇടാനല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അഹല്യ ഒരു കാര്യം ചെയ്യേ, നീ ചരുവ് കൊടുക്ക, അല്ലെങ്കിൽ അത് കൊള്ളാം. ഇതന്നെയല്ലേ ഇതും? ഏത്? അല്ല, ഇച്ചിരി എനിക്ക് ഇത് നീളമുള്ള വേണം, ചൂടടിക്കും. പക്ഷെ ഇത് ഭയങ്കര ഇവിടെ കലം തന്നെ നോക്കട്ടെ, കലത്തിനകത്ത് ഇത് നിൽക്കുന്ന നോക്കണം. അത് ഓക്കെ. ഇതാകുമ്പോൾ കുറച്ച് ഇതുണ്ട്, ഗ്യാപ്പുണ്ട്. അതും ഇതെടുക്കണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതെടുക്കണം. കണ്ടോ, ഇതെടുക്കുക. ഇത് ചെറുതാകുമ്പം നല്ലതായിട്ട് നിൽക്കും. നിനക്ക് എല്ലായിടത്തും ഇളക്കാം. അടി പിടിക്കും, ആരും പറഞ്ഞു പിടിക്കില്ല എന്ന്. മൺകലത്തിലും പിടിക്കും, അടിയിൽ ഇതും. നമ്മൾ ശ്രദ്ധിക്കണം, ഏതിലാണെങ്കിലും വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അടി പിടിക്കല്ലേ ചേച്ചി, നമുക്ക് ഇളക്കാൻ ഭയങ്കര. ഈ തവി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ. എന്തോ ഒരു ചളക്കോ പുളുക്കോനൊക്കെ ഇരിക്കുന്നു. ഞാൻ കലം. ഓക്കെ, അരി കഴുകുന്ന പാത്രം പ്ലാസ്റ്റിക്കിന്റെ മതി. അതെല്ലേ? എല്ലാവർക്കും കണ്ടെയ്നർ മതി. കാരണം അതിലാക്കി കഴിഞ്ഞാൽ കഴുകാനും. ആരും എടുത്തോണ്ട് പോയി. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഇല്ല. ഇവളുടെ പാത്രം അല്ല, നമ്മളെ പാത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഏതാ നല്ലതെന്ന് ഞാൻ നോക്കി എടുത്തുതരാം. അവൾക്ക് പാത്രം എടുത്തു കൊടുക്കട്ടെ. ഇതെടുത്താൽ മതി, ഇതെടുത്താൽ മതി. ഇതാ നല്ലത്, വൃത്തിയുണ്ട്. ഇതെടുത്താൽ മതി. ഏതെടുത്ത്? അതെൻ്റെത്. എൻ്റെ തന്നെ വേറെ ഉണ്ട് കണ്ടെയ്നർ. അതാണ്ട് അവിടെയൊക്കെ ഉണ്ട്. അതെടുക്ക്. അല്ല, എനിക്ക് ഇതിന് എനിക്ക് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ. പക്ഷെ ഇത് നോക്കിയേ. അല്ല, അത് 2-3 അത് വേണ്ട. എനിക്ക് ഈ സെറ്റ് ഇതിൻ്റെ എത്ര വില? 170. ഇതെടുത്താ പോരെ? എല്ലാവർക്കും കൂടെ അല്ലേ? എനിക്ക് അല്ലടി, ഈ മറ്റേ പലഹാരം ഉണ്ടാക്കിയിട്ടേ, തെരളി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇത് 2-3 എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് വലിയ 2 പാത്രം എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണത്തിലായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. മനസ്സിലായോ? ഞാൻ എന്തായാലും 3 അടുപ്പേ വെക്കത്തുള്ളൂ. മനസ്സിലായോ? 3 അടുപ്പേ വെക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, 1 തെരളി, 1 മണ്ടപ്പുറ്റ്, പിന്നെ 2 ഇതിനും കൂടെ മാറ്റിയിട്ട് അടയുടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടയ്ക്ക് ചെയ്യാം. അപ്പം ചെയ്ത് വെക്കണമെങ്കിൽ എനിക്ക് പാത്രം വേണം. കേസ് ഇവിടെ പറയൊക്കെ ഉണ്ട്. കേസ് പറ, ഉരുളി. കറക്റ്റ്. പൊങ്കാല പൊങ്കാല. അല്ല, അതെടുക്കും മക്കളെ. അത്രയുള്ള പാത്രം എടുക്ക് നീ. എടി അതെടുക്ക് അഹല്യ, നീ അതെടുക്ക്. എനിക്ക് പാത്രം കിട്ടിയില്ല. ഏത്? ഇതോ? ഞാൻ ഇതെടുക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പപ്പടം ഇട്ട് വെക്കാം, അങ്ങനെയൊക്കെയുള്ള കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം. അത് 2 വിലയാണ് നോക്കി. ഇത് 170. ഇത് നോക്കി, അതിനകത്തുള്ളവർക്ക് അല്ലല്ല, സെറ്റിന് വേറെ ആയിരിക്കും. 130. ഇത് വേണ്ട. കേസ് ഈ 2 പാത്രം എടുത്ത്, ഒരു പാത്രം 170. ഞാൻ എടുത്ത് 2 എണ്ണം. അല്ല, എനിക്ക് 2 എണ്ണം വേണം. മറ്റേ അല്ല, എനിക്കിത് വയ്ക്കാൻ വേണ്ടിയിട്ടേ, എനിക്ക് അതിനല്ല,
ഈ മണ്ടപ്പുറ്റും കരളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വെക്കണ്ടേ, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം 2 പാത്രം വേണം. ഒന്ന് മറ്റേ ആ പാത്രത്തിൽ തന്നെ വെക്കാം. ആ അത് കുഴപ്പമില്ല, ഞാൻ പൂ കിട്ടും അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഒരു സ്റ്റീലിന്റെ പാത്രം കൂടി എടുക്കാം വീട്ടിൽ നിന്ന്. എടാ കിറ്റ് എടുക്ക് പോയിട്ട്, ഞാൻ കിറ്റ് എടുക്ക്. നിനക്ക് ഒരു കിറ്റ് എടുക്ക്. വന്നത് എനിക്ക് ഇത്തിരി വലിയത് തരണേ, ചെറിയ. അതെന്ത് ചേച്ചി ആ കാലുള്ള പാത്രം? ഈ കാലുള്ള പാത്രം ഒരു ആമ പോലെ ഇരിക്കുന്നത്. നല്ല കപ്പ്. ഈ കപ്പല്ലേ വീട്ടിൽ ഇരിക്കുന്നത്? ഞാൻ ചായ കുടിക്കുന്ന കപ്പല്ലേ? നീളമുള്ളത് തരും, ഇതുപോലെ തന്നെ മതി, നീളമുള്ളത്. പക്ഷെ അത് നല്ല കപ്പ്. അത് ആ ബ്ലൂ കളർ എനിക്ക് തരുമായിരിക്കും. ആദ്യ ചേച്ചി ഗിഫ്റ്റാ. അപ്പൊ അവിടെ നേരെ കപ്പ് ഹൈറ്റ് ഉള്ളത് ഞാനേ എന്റെ എല്ലാ ഹൈറ്റ് ഉള്ള കപ്പുകളാണ്. ഏത് കളർ? ഓറഞ്ച്. മഞ്ഞ ഉള്ള നല്ല രസമുണ്ട്. മഞ്ഞ നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ മതി. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നല്ല രസമുണ്ട്. എനിക്ക് അതാ ഇഷ്ടം. നല്ല രസമുണ്ട്. എനിക്ക് പച്ച ഇഷ്ടം. മഞ്ഞ വേണ്ടേ? ഇതെല്ലാം വീട്ടിൽ വെച്ചിട്ട് പോകണം. ഇത് ഞാൻ കൊണ്ടുപോയി എറണാകുളത്തേക്ക്. ഇതിന് പെണ്ണുങ്ങൾ ഇതൊക്കെ അവള് ബാംഗ്ലൂർ വരെ കൊണ്ടുപോകും. പിന്നെ അതിന് ഇത് ഞാൻ സീമ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് സീമ ചേച്ചിയുടെ അവിടെ നിന്ന് ഒരു കപ്പ് എടുത്തോണ്ട് പോകും. ആ എന്റെ അവിടെ കുറെ പഴയ കപ്പുണ്ട്. പൊട്ടിയ കപ്പുകൾ പൊട്ടിക്കല്ലേ മോളെ. അപ്പം നമ്മളുടെ പൊങ്കാല ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് അല്ല പൊങ്കാല സാധനങ്ങൾ വാങ്ങിയില്ല. അപ്പം നമ്മൾ പൊങ്കാലയ്ക്കുള്ള ബാക്കി സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റ് വന്നിട്ടാണ്. ഒറ്റ പാക്കറ്റായിട്ട് എടുക്കാം അവിടെ നിന്ന്. അല്ല അവിടെ തൂക്കി തരും. 25 രൂപ ഏലക്ക വാങ്ങിയാൽ മതി. 25 ഗ്രാം ചേച്ചിയോട് പറ എടുത്ത് തരും. ഞാൻ പഴം വാങ്ങി കേട്ടോ എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ സീമ ചേച്ചി പഴം മേടിച്ചിട്ട് എല്ലാവർക്കും കൂടിയിട്ട് മേടിച്ചു. കാരണം അല്ലെങ്കിൽ പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമല്ലോ. അല്ല സാധനം എടുത്തോ. അല്ല കവറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ട്. ആ ഞാൻ വന്നപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരുന്ന് സിനിമയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അനുവും മനുവും വിനീത എല്ലാവരും കൊണ്ടിരുന്ന് ഫുള്ള് വീട്ടിലെ ലൈറ്റ് ആണെങ്കിൽ ഫുള്ള് കത്തിച്ചിട്ടിട്ടുണ്ട്. എടി ഇത് നമുക്ക് എവിടെ വെക്കാം? പൊങ്കാലയുടെ സാധനങ്ങള് ഹോളിൽ വെക്കാന്നോ? ഓരോരുത്തർ ഒതുക്കി വെക്കാന്നോ? ആ ടേബിൾ വെച്ചില്ല, അവിടേക്ക് വെച്ചാൽ മതിയല്ലോ. ഇതാ മോളെ, ഇതാ പോട്ടെ. കാരണം പഴമൊന്നും ഇങ്ങനെ കവറിൽ വെക്കാൻ പറ്റൂല. അല്ല ഇവിടെ അങ്ങ് വെച്ചത്. ഇവിടെ പിന്നെ വേറെ പെരുമാറൂലല്ലോ നമ്മള്. അതെ തരോ മതി. നാളെ പേപ്പർ വേണം നമുക്ക് കൊണ്ടുപോകാൻ. വേണം അവിടെ പേപ്പർ. ആ സാധനങ്ങൾ ഇതുപോലെ വെച്ചാൽ മതി. മറ്റേ സാധനങ്ങളൊന്നും വെക്കണ്ട. പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ പഴമൊക്കെ എടുത്തിങ്ങനെ ഇവിടെ വെക്കണം. അല്ലെങ്കിൽ ഏത് അല്ല അതിൽ പൊങ്കാല സാധനങ്ങൾ അതിൽ നിന്ന് വയ്ക്കാതെ എടുത്ത് വച്ചാലേ നമ്മൾ ഓർക്കത്തുള്ളൂ. ഇത് മേടിക്കണ്ടേ? പയറ് മേടിക്കണ്ടേ? ഓർമ്മിപ്പിക്കണേ പയറാണ്. അല്ല നമുക്ക് മേടിക്കാം. നമുക്ക് പോകുമ്പോൾ മേടിക്കാം. അവിടെ കിട്ടും പയറ്. പേപ്പർ മാറ്റി പിന്നെ പോകുന്നവർക്ക് കടകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ ഓ അതിൽ സാധനങ്ങൾ. അല്ല ശർക്കര എന്നിട്ട് കെട്ടി വെക്കണം. ഉറുമ്പ് കയറും. അല്ല ഈ ഒരു കവറിലിട്ട് ഒരുമിച്ച് അങ്ങ് ഇട്ട് വെച്ചാൽ മതി. കാരണം നാളെ നമുക്ക് പൊട്ടിച്ച് വെക്കണ്ടേ ശർക്കരകൾ. അപ്പോൾ ശർക്കര എല്ലാം കൂടെ ഒന്നിലിട്ട് വെച്ചിട്ട് അരിയെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ഇതിലൊന്നും ഇല്ലല്ലോ, ഇതിനൊക്കെ പാത്രങ്ങളല്ലേ. ഇതങ്ങ് എടുത്ത് വെക്കണം. ഗ്ലാസ് ഗിഫ്റ്റ് കിട്ടിയത് അത് ഗിഫ്റ്റ് ചെയ്തതാ അവര്. ഓരോ തവണ ഞാൻ അതിന് എത്ര വിലയെന്നറിയോ? 320. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തേങ്ങ മേടിച്ചായിരുന്നോ? തേങ്ങ അവള് കൊണ്ടുവന്നു അവിടെ നിന്ന്. തേങ്ങ എടുത്തില്ലെങ്കിൽ
താഴെ തേങ്ങ ഇരിപ്പുണ്ട് മോളെ, ആ താഴെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ സൈഡിൽ താഴെ ഇരിപ്പുണ്ട്, പോയി എടുത്തിട്ടോ. ശർക്കര എല്ലാം കൂടെ ഇതിലിട്ടോ. അപ്പോൾ ഒരു കവറും കൂടെ അതിലിട്ടിട്ട് എനിക്ക് ഞാൻ ഇത്രയും മുന്തിരി വാങ്ങി. കാരണം എല്ലാം ഇതിലും ഇടണ്ടേ. സൗണ്ട് ഇച്ചിരി കുറക്കാൻ പറഞ്ഞ സിനിമയുടെ വീഡിയോ എടുക്കുന്നതെന്ന് പറ, സൗണ്ട് നല്ല കുറച്ച് വയ്ക്കാൻ പറയും. മുന്തിരി വാങ്ങി കാരണം എന്താണെന്നറിയാമോ, എനിക്ക് എല്ലാത്തിനും വേണ്ടേ, മറ്റേ ഇതിന് അടയ്ക്ക് അതിന് വേണം, മണ്ടപ്പുറ്റിന് വേണം, തെരളിക്ക് വേണം. പിന്നെ ഇത്രയും വാങ്ങി. സോ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടല്ലേ. കർപ്പൂരം നോക്കി എല്ലാവർക്കും തികയും കർപ്പൂരം, നമുക്ക് എല്ലാവർക്കും അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. പഞ്ചസാര ഞാൻ വാങ്ങി, എനിക്ക് അടയ്ക്കിടാനും വേണം, പിന്നെ നമുക്ക് ഏലക്ക പൊടിക്കാൻ മസ്റ്റായിട്ട് വേണം. അപ്പോൾ എൻ്റെ ശർക്കര കൂടെ കവറിലിട്ട് വയ്ക്കണം. അതിനകത്തിട്ടെ, എൻ്റെ വേറെ ഡിഫറെൻ്റ് ആണ്, അറിയാൻ പറ്റും. വേറെ കവറുമാണ്. അല്ല, അത് മറയൂർ ശർക്കരയാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഡാർക്കാണ്. ഇല്ലേ? 2 കിലോ, ഒരു പാക്കറ്റ് 1 കിലോ. ഏലക്ക കണ്ട ഞാൻ ഇത്രയും വാങ്ങിയായിരുന്നു. നോക്കി 125 രൂപയാണ് ഏലക്ക. മറ്റേ ഇവിടുന്നാണ് വാങ്ങിയ ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുടെ ഏലക്ക. അതെല്ലാം ഇട്ടിരുന്നാൽ നമുക്ക് പൊടിക്കണ്ടേ. അതിൽ നിന്നൊരു കവർ എടുത്തേ, ഈ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്ത് കെട്ടി വയ്ക്കാം. ചെറിയ കവറാണല്ലേ, ഞാൻ വലിയ കവറാണ് വാങ്ങിയത്. കാരണം എന്നറിയോ, അങ്ങനെ ഈ സാധനമെല്ലാം ഒരു കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് അത് ആ കവറിലിട്ട് വയ്ക്കും. നിങ്ങളെ 3 പേരെ ഇല്ലേ അതിനകത്ത്. അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ഇതിനകത്തിരിക്കും. ഞാൻ പനിനീര് വാങ്ങിയായിരുന്നു. പനിനീര് അവിടെ ഇരിക്കുന്ന സ്ഥലം തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഇരിക്കുന്ന സ്ഥലത്ത് പനിനീര് തളിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. കാരണം അരി വേണ്ട ഇത്ര വാങ്ങിയ അരി. അല്ല, പൊടിപ്പിക്കാൻ മറ്റേ അരിയാ, തവിട് കളയാത്ത അരി. ഇതിലാകുമ്പോൾ നല്ല. നാളെ രാവിലെ ഇത് വെള്ളത്തിലിടണം കേട്ടോ. വന്ന ഉടനെ തന്നെ വെള്ളത്തിലിടണം. അന്ന് തന്നെ അല്ല, ഇതൊരു 2 മണിക്കൂർ കുതിർന്നാൽ പോരെ. കാരണം ഒരുപാട് കുതിരാൻ പാടില്ലല്ലോ ഇത്. എന്ന് വെച്ചാൽ അല്ല, രാവിലെ എണീറ്റിട്ട് വെള്ളത്തിൽ ഇടുക. മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാനല്ലേ. മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നതല്ലേ നല്ലത്. നമ്മളിവിടെ പൊടിപ്പിക്കുന്നേക്കാളും മില്ലിൽ കൊണ്ടുപോയി മില്ലിൽ പൊടിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷെ അരിപ്പ് വാങ്ങിയില്ല. അരിക്കണ്ടേ. പുതിയ അരിപ്പ് മേടിക്കണ്ടേ. ഞാൻ എല്ലാ തവണയും ഒരു പുതിയ അരിപ്പ് മേടിക്കുന്ന. അരിപ്പുണ്ട് ഇവിടെ, പക്ഷെ എന്നാലും വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അപ്പത്തിൻ്റെ അരിപ്പ് പറഞ്ഞ ഉണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ട്. കാരണം അരിച്ചായിരുന്നു. തേങ്ങ എടുത്ത് വയ്ക്കാനാണ് ഞാൻ പറഞ്ഞത് നിന്നോട്. തേങ്ങ ഇവിടെ എടുത്ത് അല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട്. ഗണപതിക്ക് നമുക്ക് ഒരു പടുക്ക വെക്കണ്ടേ. അത് നാളെ മേടിച്ചാൽ പോരെ. ഒരു പടുക്ക നമുക്ക് എല്ലാ അടുപ്പിനും കൂടെ ഒന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് നമ്മൾ അവിടെ ഇട്ട് വെറുതെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ചിട്ട് വരണതാ. ഒരു വിളക്കം വെച്ച്, അതെ, നമുക്കൊരു ലക്ഷ്മി വിളക്കം വെച്ച് ഒരു കിണ്ടി വെള്ളം വേണം, ഒരു ചെറിയ കിണ്ടി വെള്ളം വേണം, ഒരു പടുക്ക, കുറച്ച് അവിലും സാധനങ്ങളും എല്ലാം കൂടെ മേടിച്ചൊരു പടുക്കയിലെ സാധനം വാങ്ങി. അവിലൊരു പിടി, മറ്റേ ഇവിടെ ഒരു ചെറിയ കെട്ടിൽ നമ്മൾ അമൃത സൂപ്പർമാർക്കറ്റ് മേടിച്ചൊരു കഴിഞ്ഞ ദിവസം ഗണപതി അതൊക്കെ കിട്ടും. ഒരു ചെറിയത് വെച്ച് ഒരു പടുക്ക ഇടണം നമുക്ക്. ഒരു ഐശ്വര്യം നോക്കേ. എനിക്ക് നാടൻ തേങ്ങ കിട്ടിയായിരുന്നു അവിടെ നിന്ന്, അമൃതയെന്ന്. അപ്പം ഞാൻ അങ്ങ് വാങ്ങി. നാടൻ തേങ്ങ കിട്ടിയപ്പോൾ അങ്ങ് വാങ്ങി. കാരണം നല്ല പഴുത്ത തേങ്ങയാണെങ്കിലേ തെരളിക്കൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റായിരിക്കും. നല്ല മൂത്ത തേങ്ങയാകുമ്പോൾ 4-6 തേങ്ങയുണ്ട് പോരെ. വലിയ തേങ്ങ 6. നാളെ അപ്പോൾ വലിയ ജോലി എന്നറിയോ, തേങ്ങ തിരുവല്ലൊരു വലിയ ടാസ്ക് ഉണ്ട്. കൈ ചൊരവയുണ്ട്, തരാം. 2 ചൊരവ വേണമെങ്കിൽ തരാം. പറ്റും. അതിൽ തന്നെ അല്ല, അതിൽ തന്നെ തിരുവാന്നേ. പക്ഷെ നേരത്തെ തിരുവണ്ടേ. കുളിച്ചിട്ടേ തിരുവാൻ പറ്റുള്ളൂ. പൊങ്കാലയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ തിരുവാൻ പറ്റുള്ളൂ. ഇത്രയും തേങ്ങ തിരുവണം. ഇത്രയും തേങ്ങ തിരുവി പാർട്ടായിട്ട് പാത്രങ്ങളിലൊക്കെ ആക്കി അടയ്ക്കണം. എൻ്റെ അത് തന്നെ. എൻ്റെ 2 കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് ആദ്യം മറ്റേ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ, അതിന് ഇവിടുന്ന് 2 പാത്രങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ. 2 സാധനങ്ങൾ കുഴയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് തേങ്ങ മറ്റേ സാധനങ്ങളാക്കുമ്പോൾ ഇതിൽ നിന്ന് തേങ്ങ പകർന്നെടുത്താൽ മതി എല്ലാവർക്കും. പിന്നെ പൊങ്കാലയ്ക്ക് പിന്നെ മതിയല്ലോ, നമുക്ക് 4 പേർക്ക് മതിയല്ലോ തേങ്ങ. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ മറ്റുള്ള ഇതിനൊക്കെ അല്ലേ തേങ്ങയുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ തേങ്ങ ഉണ്ട്. തേങ്ങ എത്ര എണ്ണമായി? നീ എത്ര എണ്ണം കൊണ്ടുവന്നായിരുന്നു? ഞാൻ 6 എണ്ണം വാങ്ങി. 6 എണ്ണം കൊണ്ടുവന്നു. 12 തേങ്ങ ധാരാളം.
അപ്പോൾ പഴം ഇതിലുണ്ട്. എനിക്ക് ആവശ്യത്തിന് പഴം എടുത്തിട്ട് പിന്നെ നമുക്ക് പൊങ്കാലയ്ക്ക് എടുക്കാം. ഇതിൽ നിന്ന് തന്നെ 2-3 പഴം വേണമെങ്കിൽ എടുത്തിട്ട് പടുക്കയ്ക്ക് എടുക്കാം. കാരണം ഇതിൻ്റെ അടയ്ക്കുന്ന ഇത്ര ആവശ്യം. കാരണം അത് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കി കളഞ്ഞൂടെ. ഗണപതി ഒരു കൊടുക്കിയിട്ട് ഒരു വെറ്റില അടയ്ക്കുകയും വേണം, പിന്നെ ഇത് അവില് പൊരി ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഇതും വെച്ചിട്ട് കുറച്ച് പൂവും. ഏത് ആ ഏലക്ക നാളെ പൊടിക്കാൻ എടുക്കുമ്പം എല്ലാം കൂടെ എടുത്ത് പൊടിച്ചൊരു കവറിൽ കട്ടിയിട്ട് നമുക്ക് വച്ച് കഴിഞ്ഞാൽ ശർക്കര നല്ല കെട്ടി വെക്കണേ കവറിൽ. കാരണം എന്താണെന്നറിയോ, ഉറുമ്പ് കയറും. അത് കെട്ടിയിട്ട് വേണമെങ്കിൽ നീ ഈ കവറിൽ ഇട്ടിട്ട് ഈ ചാക്കിലിട്ട് വയ്ക്കും അല്ലേ. കാരണം ഒരു കാരണവശാലും ഉറുമ്പ് കയറരുത്. അരിയുടെയാണ് ഏറ്റവും മെയിൻ. കാരണം എനിക്ക് ഇത്ര അരി വേണ്ട, 300 കിലോ അരി മതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് അരിയും കൂടെ ഇതിലോട്ടിടാം, ഒരു 5-6 അരിയും കൂടെ അല്ലേ ഇട്ടിട്ട്. 1/2 കിലോ ഉണ്ട്. 1/2 കിലോ വേണ്ട എനിക്ക്. 1/2 കിലോയുടെ പായസം വേണോ? 4 അരിയുടെ മതി. കാരണം എല്ലാവരും ഇടുന്നു. കാരണം നമ്മളത് കണ്ടെയ്നർ എടുത്തിട്ട് ബാക്കി പായസം എല്ലാവർക്കും വരും മിച്ചം. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ എന്തായാലും കൂടുതൽ പായസം എന്തായാലും ഉണ്ടായിരിക്കും. വരണവർക്ക് ഓരോരുത്തരും കൊടുത്താൽ മതി പായസം. ആരെങ്കിലും വരുന്നവർ കാണുമല്ലോ. പിന്നെ അടുത്തൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും പൊങ്കാലയ്ക്ക് പോകുന്നവരേ ഉള്ളൂ ഇവിടെ. ഓ ഈ സഞ്ചി വെച്ചിട്ട് ഈ ചാകരാത്തിട്ട് അവിടെ വെച്ചോ. പക്ഷേ ഇതെന്നും ഇനി ആവശ്യമാണ്. കാരണം ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളല്ലേടി. അപ്പം 3 ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ 3-ലായിട്ട് വാരി വെച്ച് കഴിഞ്ഞാൽ മാറി അല്ല കഴിഞ്ഞ പ്രാവശ്യം അലുമിനിയം അല്ലേ വാങ്ങിയത്? ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് ഇൻഡക്ഷനിലും വെക്കാം. അല്ല ഗ്യാസിൽ 3 എണ്ണം വെക്കാനുള്ള ഉണ്ടല്ലോ. ഇരിക്കും. ഇഡ്ഡലി പാത്രം ഇരിക്കും 3 എണ്ണം. ഗ്യാസിൽ തന്നെ അകത്ത് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. പുറത്ത് സാമ്പാറും വെക്കാം. കാരണം നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊടുക്കാൻ വിചാരിക്കുന്നത്. മാസത്തിൽ ഒരു ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒരു ദിവസം ഫുഡും. ഒരു ദിവസം ഫുഡൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തെന്താ? ഒരു ദിവസം വാ പ്രയത്നിക്കാനൊക്കെ അല്ലേ ഗൈസ്. നവമികത്തിലെ നവമിയുടെ വക ഒരു ദിവസം ഫുഡ് സഹായിക്കാനായിട്ട് അഹല്യം വരും. രാവിലെ നിങ്ങൾക്കൊന്നും വേറെ ജോലി ഇല്ലല്ലോ, കാരണം പൊങ്കാലല്ലേ ഉള്ളൂ. നമുക്ക് ഇത് എടുക്കുന്നതല്ലേ സമയം എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നാ ചെയ്തത്. അതേപോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ ലാസ്റ്റ് ടൈമിൽ വെച്ചിട്ട് ഇത്തവണ പോയി കഴിഞ്ഞല്ലേ. നമ്മള് എല്ലാവരും ഇത്തവണ ഇരിക്കുന്നത് വെള്ളയമ്പലത്ത് ആൽത്തറ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അവിടെയായിരുന്നു, ഇത്തവണ അവിടെയാണ്. അവിടുത്തെ സ്ഥലം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദിയാസനയാണ്. താങ്ക്സ് പറയുന്നത് ദിയാസനയോട് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ദിയാസനയായിരുന്നു സ്ഥലം അറേഞ്ച് ചെയ്തതെന്ന്. ഇത്തവണ കഴിഞ്ഞ തവണ അവള് വെള്ളവും ചായയും എല്ലാം അവള് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവളുടെ മിണ്ടൂല, ഇവളുടെ മിണ്ടത്തില്ല, എന്നിട്ട് ഇവക്ക് മേടിച്ചോണ്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും. അവളുടെ മിണ്ടൂല, എന്നിട്ട് അവൾക്ക് ചായയും ജ്യൂസ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവൾ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഓക്കെ മോളെ. അല്ല നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ, ഈ ഇഡ്ഡലി പാത്രത്തിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി പാത്രത്തിലോട്ട് പൊങ്കാലയുടെ സാധനങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പം ഇട്ട് വെച്ചാൽ മതി. മനസ്സിലായി? വാശിയാണ് നാളെ. അല്ല ഞാൻ പറഞ്ഞത് നാളെ രാവിലെ എല്ലാ പാത്രങ്ങളും എടുത്ത് തേച്ച് കഴുകി അതിന് പുതിയൊരു സാധനം മേടിക്കണം തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അത് കഴുകിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം കംപ്ലീറ്റ് സാധനങ്ങൾ. ഏത് തേച്ച് ഒന്ന് എടുത്തിട്ട് ഇത് ചെയ്തിട്ട് ക്ലിയർ ചെയ്താൽ മതി. പക്ഷെ ഞാൻ കാര്യം പറയുന്നത്, ഈ സാധനങ്ങളെല്ലാം തേച്ച് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ട് തേക്കേണ്ട. കാരണം അവിടെ അറിയാമല്ല, വെള്ളം എടുക്കുന്ന മറ്റേ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഫുള്ള് വെള്ളവും ഇതൊക്കെ ആയിട്ട് ചെളിയും വെള്ളമൊക്കെ ആയിരിക്കും. അല്ല ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ സ്ഥനയുടെ അവിടെ വയ്ക്കാമെങ്കിൽ ഇപ്പം ഇവള് വണ്ടി ഓടിക്കും അല്ലേ. ഇപ്പം ഹനു ഉണ്ടെങ്കിൽ ഹനു ഉണ്ടാവും. അപ്പോൾ 2 വീലറിൽ നമുക്ക് സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തവണ, വേറെ ഒന്നും ഇതാകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ 2 വീലർ എടുത്ത് വരട്ടെന്നാണ്. മനസ്സിലായില്ലേ?
അല്ല ഇവള് 2 വീലർ എടുത്ത് വരുന്നതാണ്. അപ്പൊ അവള് 2 വീലർ ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേര് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ 2 വീലർ അവിടെ എവിടെയെങ്കിലും കയറ്റി പാർക്ക് ചെയ്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ നടന്നായാലും വരാമല്ലോ അങ്ങോട്ട്, അല്ലേടി? സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ട്രിപ്പ് അടിച്ചാൽ മതിയല്ലോ, ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതിയല്ലോ. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് വിചാരിക്കണം. അപ്പം നമ്മൾ പൊങ്കാലയുടെ സാധനങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നാളെ കൂടി കഴിഞ്ഞ് മറ്റന്നാളാണ് പൊങ്കാല. അപ്പം ഇനിയും നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകണം അല്ലേ? അല്ല നാളെ റെസ്റ്റ് ഇല്ല, എവിടെ എല്ലാം ഒരുക്കണ്ടേ? വീട്ടിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി അമ്പലത്തിൽ പോവാണ്. അടിച്ചു പൊളിച്ച് അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ പിന്നെ ഇടാം. ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോക്കായി ബൈ.